പാലക്കാട് അട്ടപ്പാടി മുക്കാലിയിൽ കാട്ടാനക്കൂട്ടമെത്തി. ചിന്നപ്പറമ്പിലെ ജനവാസ മേഖലയിലാണ് ആന എത്തിയത്. വനംവകുപ്പ് ആനയെ തുരത്താൻ ശ്രമിക്കുകയാണ്. ദൃശ്യങ്ങൾ കാണാം ആദ്യം. ഗോകുൽ, ആനക്കൂട്ടത്തെ തുരത്താനുള്ള ശ്രമം എങ്ങനെ തുടരുന്നു? അവിടെ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണോ? ആ പ്രദേശത്ത് ആനക്കൂട്ടം നിലയുറപ്പിച്ചിരിക്കുകയാണ്. അരമണിക്കൂറായി ആ പ്രദേശത്ത് ആനയുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. വനപാലകർ അതിനടുത്തെത്തിയിട്ടുണ്ട്. ആനയെ തുരത്താനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ ആനയെ വനമേഖലയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇപ്പോൾ ഈ ആന നിൽക്കുന്ന പ്രദേശത്തിന് അടുത്ത് തന്നെ വനമേഖലയുണ്ട്. നിലവിൽ നിൽക്കുന്ന ജനവാസ മേഖലയാണെങ്കിൽ കൂടി ഏതാനും മീറ്ററുകൾക്ക് അകലെ വനമേഖലയുണ്ട്. അവിടേക്ക് ആനയെ തുരത്താനാണ് ശ്രമിക്കുന്നത്. ആ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ ആനയെ തുരത്തും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്നത്. ശരി, നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്നുകൂടി കാണാം. ഗോകുൽ, വനത്തോട് ചേർന്ന് കിടക്കുന്ന ഇടമാണോ? സ്ഥിരമായ ആനശല്യമുള്ള പ്രദേശമാണോ? അതെ, ഈ പ്രദേശം മുക്കാലി എന്ന് പറയുന്ന പ്രദേശമാണ്. ഇത്തരത്തിൽ ആനശല്യമുള്ള പ്രദേശമാണ്. ഇത് ഈ പറയുന്ന മണ്ണാർക്കാട് ചുരത്തിന് സമീപം ചേർന്ന് നിൽക്കുന്ന ഭാഗമാണ്. ഈ ചുരം എന്ന് പറയുന്നത് വനമേഖലയുടെ ഉള്ളിലൂടെയുള്ള റോഡാണ്. അതിനോട് ചേർന്ന് നിൽക്കുന്ന ആ പ്രദേശമാണ്. ആ പ്രദേശത്താണ് ഇത്തരത്തിൽ ആന വന്നത്. ഇപ്പോൾ നിൽക്കുന്നത് ജനവാസ മേഖലയിലാണ് ആന എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം. പക്ഷേ ഉടൻ തന്നെ വനപാലകർ അടുത്തെത്തിയിട്ടുണ്ട്. ആനയെ ആക്കുന്നുണ്ട്. ആന കൂട്ടമായാണ് നിൽക്കുന്നത്. മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ആ മേഖലയിൽ ആന ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. പക്ഷെ ആന ഇപ്പോൾ വനമേഖലയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ്.